നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നവ്യ അബിയുടെ ക്യാബിൽ നിൽക്കുന്ന സമയത്ത് അബി കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. നീ ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ നീ ആ നയനയുടെ ചേച്ചിയല്ലേ, അപ്പൊ പിന്നെ നിനക്കും കുറച്ച് കലാബോധമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഏ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല അബി, എന്നാലും നീ ഒന്ന് നോക്കാനൊക്കെ പറഞ്ഞ് ഡിസൈൻ കൊടുക്കുവാണ്. ഈ സമയത്ത് നവി പറഞ്ഞു, അബി കഴിഞ്ഞ പ്രാവശ്യം ആ സ്വിറ്റ്സർലാൻഡ് കമ്പനിയുമായിട്ടുള്ള ഡീലും കാര്യങ്ങളും നമുക്ക് കിട്ടിയില്ല. കാരണം മാളവികയുടെ ഡിസൈനൊന്നും അവരെ ഇമ്പ്രസ് ആക്കിയില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ മാളവികയെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ ഡീൽ നമുക്ക് കിട്ടാതെ പോയാലോ. അതുകൊണ്ട് പുറമേന്ന് വേറെ ആരെങ്കിലും നോക്കുന്ന ബുദ്ധി. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാതിരുന്നില്ല. പക്ഷെ മാളവിക നല്ല അസൈല് ഡിസൈനറാണ്. ഇത്തവണ അവള് വെറൈറ്റി ഡിസൈനൊക്കെ ആയിരിക്കും വരയ്ക്കണേ. അതുകൊണ്ട് എനിക്ക് അവളിലൊരു ആത്മവിശ്വാസമുണ്ട്. നവി പറഞ്ഞു, അത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കില് ഇത്തവണ നമുക്ക് ഡീല് കിട്ടണം. ഈ പറയുന്ന ആദർശൊക്കെ തല മുമ്പിട്ടിരിക്കുന്ന കാണണം എനിക്ക്. അപ്പോഴേക്കും ഹബി പറഞ്ഞു, കഴിഞ്ഞ തവണ ഞങ്ങൾ പോയിട്ട് ഞാൻ തല മുമ്പിട്ടിരുന്നു, അറിയാമല്ലോ, ആ അനിയുടെ മുന്നില്. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കരുത്. തല ഉയർത്തിപ്പിടിച്ച് തന്നെ എനിക്ക് നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് പറ്റുമെന്ന് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം. ഇത്തവണ നമുക്ക് ഡീല് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴേക്കും നവി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, നീ എന്തൊക്കെ തലയും കുത്തി മറിഞ്ഞാലും അത് കിട്ടാൻ പോകുന്നില്ലടാ. അതൊക്കെ വെറുതെയാ, വെറും വ്യാമോഹം മാത്രമെന്നായിരുന്നു നവ്യയുടെ മനസ്സിലെ ചിന്തകൾ ആ സമയത്ത്. പിന്നെ നവ്യ ചുമ്മാ ഡിസൈനൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബി മാളവികയുടെ ക്യാബിനിലേക്ക് വരുവാണ്. അപ്പോഴേക്കും മാളവി പറഞ്ഞു, അയ്യോ സാറേ, സാർ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഡിസൈൻ വേണമെങ്കിൽ ഞാൻ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുതരുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ മെയിൽ ചെയ്യായിരുന്നല്ലോ, സാറ് നോക്കിയാൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല മാളവികയെ, മാളവിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലോ, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെ ഡിസൈനൊക്കെ മാളവി കൊടുത്തു. അബി അതൊക്കെ നോക്കി, ആഹാ കൊള്ളാലോ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതേ ഒരു മാനേജ്മെന്റ് ഉണ്ട് ഡേവിഡ് സാറിന് മുകളിൽ, അപ്പൊ മാനേജ്മെന്റ് ഒന്ന് കാണിച്ചു നോക്കാം, അവർക്ക് അയച്ചു കൊടുത്തു നോക്കാം. അവരുടെയാണ് ലാസ്റ്റ് ഒപ്പീനിയന്. എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അവര് പറയും, അപ്പൊ അത് വരുത്തിയാ മതി. അതിനെന്താ സാറേ, അങ്ങനെ വരുത്താലോ. അപ്പോഴേക്കും അബി പറഞ്ഞു, മാളവിയ കൈ ഒന്ന് കാണിച്ചേ. കൈ എന്തിനാ സാറേ? ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കൈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കയ്യിലേക്ക് ഉമ്മ വെക്കാൻ തുടങ്ങണം. പെട്ടെന്ന് മാളവിയെ കൈ പിൻവലിച്ചു. സാറേ, സാറ് എന്ത് പരിപാടിയാ കാണിക്കുന്നേ? അയ്യോ, സാറിന്റെ ഭാര്യയൊക്കെ ഇവിടെ ഉള്ളതല്ലേ, പോരാത്തന്നെ ക്യാബിനിലാണെങ്കിൽ CCTV ഒക്കെ ഉള്ളതല്ലേ, പിന്നെ സാർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട മോശമല്ലേ. പോരാത്തന് ഇനിയിപ്പൊ സാറിന് എവിടുന്ന ഡേവിഡ് സാർ പുറത്താക്കുകയൊക്കെ ചെയ്തില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അല്ല, സാറിന്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് ജോലിയൊക്കെ വാങ്ങിച്ചെന്ന്. അവൾ എനിക്ക് ജോലി വാങ്ങിച്ചെന്നോ? ഒരിക്കലും അല്ല, അതൊക്കെ വെറും ധാരണ മാത്രമാണ്. ശരിക്കും പറഞ്ഞാലേ അവൾക്ക് ഞാനാണ് ജോലി വാങ്ങിച്ചു കൊടുത്തേ. അതൊക്കെ പുതിയ അറിവായിരുന്നു മാളവിക്ക്. മാളവിക അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുകയാണ്. അതെ, അത് മാത്രമാണോ ഈ പറയുന്ന ഡേവിഡൊന്നും എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് മാളവിക ശ്രദ്ധിച്ചു. ഡേവിഡ് സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഡേവിഡ് എന്നൊക്കെ പറയണേ. എന്നെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അയാളായിരിക്കും പുറത്തേക്ക് പോകുന്നത്, എനിക്കൊന്നും സംഭവിക്കില്ല. സത്യമാണോ സാറേ? പിന്നല്ലാതെ. എനിക്കും മുകളില് പല ആൾക്കാരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കിവിടെ ഒരു കുഴപ്പങ്ങളൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡേവിഡ് സാറിന്റെ മുകളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? സത്യമായിട്ടുള്ള കാര്യമാണോ? അതെ, മാളൂരോടായതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. മാളൂന്നൊക്കെ ആയി പെട്ടെന്ന് വിളിയും കാര്യങ്ങളൊക്കെ. ഒരാളുണ്ട്. അല്ല ആരാ സാറേ? വിവരം ചോർത്താൻ ശ്രമിച്ചോണ്ടിരിക്കുക. അതിപ്പോ പിന്നെ മാളു ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമില്ല. അതൊക്കെ പറയാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായതുകൊണ്ട് എത്രയെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പോഴേക്കും മാളു പറഞ്ഞു, അയ്യോ സാറേ, അത് പിന്നെ ഈ ഡ്യൂട്ടി സമയത്ത് പുറത്തു പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രശ്നമൊക്കെ ആകത്തില്ലേ? ആരറിഞ്ഞാൽ പ്രശ്നമാവാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്കിവിടെ സർവ്വ സ്വാതന്ത്ര്യമാ, എനിക്കൊരു പ്രശ്നമില്ല. മാളുവിന് പേടിയുണ്ടോ? അല്ല അത് സാറേ, മാളവിക ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് എന്നോടൊപ്പം പോരെ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് മാളവികയും പറഞ്ഞു. എതിർത്തില്ല. കാരണം അവനിൽ നിന്ന് വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാസ്ക്കാണ്. അതൊക്കെ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഇവനെ സോപ്പിട്ട് നിന്നേ മതിയാവുള്ളൂ. അങ്ങനെ മാളവിക ഒടുവിൽ പുറത്തു പോകാനായിട്ട് തയ്യാറായി. അങ്ങനെ ഹബി ഭയങ്കര സന്തോഷത്തോടു കൂടി മാളവികയോടൊപ്പം പുറത്തു പോവാണ്.
കാറിലിരിക്കണ സമയത്ത് മാളവിക അവനിൽ നിന്ന് വിവരങ്ങളൊക്കെ ചോർത്താനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. മാളവിക ചോദിച്ചു, അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാറിന് മുകളില് അവിടെ ഡേവിഡ് സാറുണ്ട്. പക്ഷേങ്കിൽ പലപ്പോഴും ഡേവിഡ് സാറ് സാറിനെ പോലും സാറേ എന്നാണ് വിളിക്കുന്നത്. വന്ന പോലെ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ചില സമയത്ത് മോനെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടാ സാറിന്റെ മുകളിലായിട്ട് പോലും അങ്ങനെ വിളിക്കുന്നേ? അതെ, എന്നോടൊരു ബഹുമാനമൊക്കെ അയാൾക്ക് എപ്പോഴും ഉണ്ട്. അല്ല, അതിന് കാരണം എന്താ സാറേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ പറയുന്ന ഡേവിഡ് സാർ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കാര്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഈ പറയുന്ന ഡേവിഡ് സാറിനേക്കാളും ഉയരത്തിലാണ് എന്റെ സ്ഥാനം. അല്ല സാറേ, അതിന് കാരണം എന്താ? ശരിക്കും പറഞ്ഞാല് ഈ എൻ ജ്വല്ലറിയുമായിട്ട് സാറിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എനിക്ക് നല്ല സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. എന്താ മാളു ഇത്? മാളു എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് സാറിന് അതൊക്കെ പറയാലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ചില കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു വെച്ചാൽ മതിയാവുള്ളൂ. ഇപ്പൊ ഞാൻ എന്താണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനിയിപ്പം ഈ ഡിസൈൻ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് വെച്ചു. അപ്പൊ പിന്നെ മാളവികയായിരിക്കും ഇവിടുത്തെ ചീഫ് ആയിട്ടുള്ള ഡിസൈനർ. അതിനൊരു മാറ്റമില്ല. ഞാനാ പറയണേ. അല്ല സാറേ, അതിന് സാറിന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഡേവിഡ് സാറൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമോ? എന്ത് ഡേവിഡ്? ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോകത്തില്ല. ഞാനാണ് എല്ലാത്തിനും സർവാധികാരി ഈ കമ്പനിയുടെ. എനിക്ക് മേളിൽ അങ്ങനെ വലിയ വാക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം മാളവിക പിടിച്ചെടുത്തു. ഓഹോ, അപ്പൊ അതാണ് കാര്യങ്ങള്. പിന്നെ മാളവിക ഒന്നും ഓർത്ത് പേടിക്കണ്ട. ഞാൻ പറയുന്നതായിരിക്കും ഇവിടെ കാര്യങ്ങള്. മാളവിയനെ ഇവിടുന്ന് ആരും പിടിച്ചുവിടാനും പോകുന്നില്ല. എന്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുവാണെങ്കിൽ മാളവിക്ക് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാളവിയെ സോപ്പിട്ടോണ്ടിരിക്കുക. അപ്പൊ മാളവിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മാളവിക ആ സംസാരത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അഭിയാണെങ്കിലോ വലിയ ആള് കളിച്ചിട്ട് തനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. നാഗേന്ദ്രന്റെ പേര് മാത്രം പറഞ്ഞില്ലെന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഏകദേശമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാളവിക ആദർശനെ കാണുന്നുണ്ട്. ആദർശനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും ആദർശ് പറഞ്ഞു, മാളവിക പറഞ്ഞു 100% ശരിയാ. ഈ പറയുന്ന അബിക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? അബിയുടെ അച്ഛന് നാഗേന്ദ്രനാണ് ആ പറയുന്ന കമ്പനിയുടെ ഓണർ എന്ന് പറഞ്ഞു. സത്യമാണോ സാറേ പറയണേ? അതെ, നാഗേന്ദ്രന്. അയാളെ ഒരു പക്ഷേങ്കിലും അബി കുഞ്ഞുനാളിലെ കണ്ടതായിരിക്കും. അത്ര അങ്ങനെ ഓർമ്മയൊന്നും കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ സത്യാവസ്ഥ അതാണ്. ഈ പറയുന്ന നാഗേന്ദ്രനാണ് നവ്യക്ക് ജോലി കൊടുത്തേ. പിന്നീട് നവ്യയുടെ റെക്കമെൻഡേഷനിലാണ് അബിക്ക് ജോലി കിട്ടിയെന്നൊക്കെ അങ്ങനെ വരുത്തി തീർത്തു. അതൊക്കെ അവരുടെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവന്തിക്ക് ഇതിനകത്ത് പങ്കില്ലാന്ന് തോന്നേ. കാരണം അവന്തിക്ക് ഇപ്പൊ അവരുടെ സൈഡ് അല്ലല്ലോ. അബിക്ക് അച്ഛനുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ അവന്തിക്ക് അതില്ലാന്ന് തോന്നേ. അവന്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആദർശന് അറിയണ്ടായിരുന്നില്ലോ. അപ്പോഴേക്കും മാളവി പറഞ്ഞു, എന്നാലും എന്റെ സാറേ, വെറുതെ അല്ല അവൻ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നല്ലേ. പിന്നല്ലാതെ അല്ലെങ്കിൽ അവൻ ഇത്ര കളി കളിക്കുവോ? വേറൊരു കമ്പനിന്ന് കൃത്രിമത്വം കാണിച്ച് ഇറക്കി വിട്ട ആളെ മാനേജർ ആക്കാനായിട്ട് വേറെ ഏതെങ്കിലും കമ്പനി തയ്യാറാകുമോ? ഒരു കാരണവശാലും തയ്യാറാവത്തില്ല. മാളവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? അതേ മാളവിക, കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമായി. പിന്നെ ഒരു കാര്യമുണ്ട്, മാളവികയുടെ ഡ്യൂട്ടി ഏതാണ്ട് അവസാനിക്കാൻ പോവല്ലേ? അതെ. അല്ല, ഇതിനുശേഷം മാളവി ഇനിയിപ്പം യുഎസിലേക്ക് തിരിച്ചു പോവുകയാണോ അതെവിടെ സ്റ്റേ ചെയ്യണോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഹസ്ബൻഡിന്റെ തീരുമാനം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശരി, എങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടെ നിന്നതിന് ശേഷമാണ് അവര് പിരിയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശ് വീട്ടിലേക്ക് വരുമ്പോൾ നയനെ ഡിസൈൻ വരച്ചോണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ആദർശ് പറഞ്ഞു, നയനെ എപ്പോഴും നീ വര തന്നെയാണല്ലോ, നിനക്ക് എന്തോ റെസ്റ്റ് ഇല്ലേന്ന് ചോദിച്ചു. ആദർശേട്ടാ, ഞാനൊരു വലിയ ജോലിയല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്, അപ്പൊ നമുക്ക് ഇതിനകത്ത് വിജയിക്കണ്ടേ? അതും പറഞ്ഞുകൊണ്ട് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. വെറുതെ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകൾ വേണം. ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആദർശേട്ടാ. ആ കാര്യമൊന്നും ഓർത്ത് ആദർശ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് നയനയുടെ ഫോണിലേക്ക് മുത്തശ്ശൻ വിളിക്കുന്നത്. നയന പെട്ടെന്ന് കോൾ എടുത്ത് നോക്കിയപ്പോൾ മുത്തശ്ശനാ. ആദർശ് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. പിന്നീട് ആദർശ് ഫോണിലേക്ക് നോക്കിയപ്പോൾ മുത്തശ്ശനാണല്ലോ. ഇങ്ങതാ ഞാൻ എടുക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് ആദർശ് അങ്ങോട്ട് ഫോൺ വാങ്ങി. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഹലോ മുത്തശ്ശ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങേ തലയ്ക്കൊന്നും മുത്തശ്ശൻ ഒന്നും ഞെട്ടി. പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചു, ആരാ? എനിക്ക് മനസ്സിലായല്ലോ. അല്ല മുത്തശ്ശ, ഇത് ഞാൻ ആദർശ്. മുത്തശ്ശന് എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായല്ലേ? എന്താ മുത്തശ്ശൻ എന്താ നയനയുടെ ഫോണിലേക്ക് വിളിച്ചേ? പെട്ടെന്ന് മുത്തശ്ശനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. മുത്തശ്ശൻ പറഞ്ഞു, ഓ ഇത് നയനയുടെ ഫോൺ നമ്പർ ആയിരുന്നോ? നമ്പർ അറിയാതെ മാറി വന്ന എന്ത് ചെയ്യാനാ?
ഈ നമ്പരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം എന്നോർത്താ, പക്ഷെ അതിന് പറ്റിയില്ല. സാരമില്ല, ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം. മുത്തശ്ശൻ ഇങ്ങനെ നമ്പർ മാറി വിളിച്ചോണ്ട് എനിക്ക് മുത്തശ്ശന്റെ ശബ്ദമെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റിയില്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് സന്തോഷിക്കണം. പക്ഷെ അപ്പോഴേക്കും മുത്തശ്ശൻ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സമയത്ത് നയനയോട് ആദർശ് പറഞ്ഞു, മുത്തശ്ശനാ വിളിച്ചത്, കോള് മാറി വന്നാന്നാ പറഞ്ഞത്. എന്താണെങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. അധികം വൈകാതെ തന്നെ മുത്തശ്ശൻ നമ്മളെ തിരിച്ചു വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. മുത്തശ്ശൻ എന്നോട് എന്നെ ദേഷ്യം കാണിച്ചാലും എനിക്ക് മുത്തശ്ശനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ. അധികം വൈകാതെ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം. മുത്തശ്ശന് മുന്നിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നയന പെട്ടെന്ന് മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശൻ ഒരു നിമിഷം സംശയിച്ചു, ഇനി ആരെ വിളിക്കണമെന്ന് അറിയില്ലോ. അവിടെ ഒരു കോൾ എടുത്തു കഴിഞ്ഞപ്പം നയന പതുക്കെ സംസാരിക്കുക. മുത്തശ്ശ, ഇത് ഞാനാ നയനയാ, എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാനൊക്കെ പേടിച്ചു. ഇനി അവനാണോന്ന് ഓർത്തിട്ട് അല്ല, അല്ല ഞാൻ കരുതി അവൻ അവിടെ ഇല്ലായിരിക്കും, അതുകൊണ്ടാ ഇപ്പൊ വിളിച്ചേ. ഇപ്പൊ വന്നുള്ളൂ മുത്തശ്ശ. അല്ല എന്താ മുത്തശ്ശ, കാര്യം എന്താ? അത് പിന്നെ മോളെ, ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും തന്നെ ഡിസൈൻ വരച്ചോണ്ടിരിക്കില്ല, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ച. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് മുത്തശ്ശൻ, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ മോള് ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റും. അല്ല മുത്തശ്ശ, എപ്പോഴാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നേ? വിളിക്കാം, സമാധാനമായിട്ട് മോൾ ഇരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. എന്നാ എനിക്കും ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പം അവന്തിക്ക് അഭിയും കൂടെ നാഗേന്ദ്രനെ കാണാനായിട്ട് വന്നു. അങ്ങനെ നാഗേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭി കയ്യിലിരിക്കുന്ന ഡിസൈനും കൊടുക്കണം. നാഗേന്ദ്രൻ അന്ന് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, കൊള്ളാന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക്ക് അത് വാങ്ങി നോക്കി. അവന്തിക്കും ഇഷ്ടപ്പെട്ടു. ഈ സമയത്ത് അഭി പറഞ്ഞു, മാളവികയല്ലേ, അവള് നല്ല ഒന്നാം ഡിസൈനറാ, ഈ തവണ ഉറപ്പായിട്ടും നമുക്ക് ഈ ഡിസൈൻ ഫസ്റ്റ് പ്രൈസ് കിട്ടുവച്ചാ എന്നൊക്കെ പറഞ്ഞ് മാളവികയെ പുകഴ്ത്തുവാണ്. ആ പുകഴ്ത്തിൽ കേട്ട് കഴിഞ്ഞപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, എന്താടാ നിനക്ക് ഈയിടെയായിട്ട് മാളവിയോട് ഇത്ര അടുപ്പം കൂടുതലുണ്ടല്ലോ, പുകഴ്ത്തലൊക്കെ കൂടുതലുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല അച്ഛാ, അവള് നല്ല ഡിസൈനർ അല്ലേ, അതുകൊണ്ടാ ഞാൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ മോനെ, ഞാനാ പിന്നെ അല്ല നിന്റെ അമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം പകുതി വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. പക്ഷെ അതിനുശേഷം ഞാൻ വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്ക് വേറൊരു വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല, അതിനകത്ത് കുട്ടികളും ഉണ്ടായിട്ടില്ല. എന്റെ മക്കളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെ എന്റെ ആഗ്രഹം. അതുകൊണ്ട് വേറൊരിതിനെ കുറിച്ച് നീ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. നവ്യയെ നിനക്ക് ഇഷ്ടമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നവ്യയെ നിനക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ചുകൂടാ, അറിയാലോ. അതൊക്കെ കരുതി വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ഈ ഡിസൈൻ ഫെസ്റ്റിന് നമ്മൾ ഫസ്റ്റ് പ്രൈസ് അടിക്കണം. അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് നടക്കും. അല്ല, നമ്മൾ പുറത്തുനിന്ന് ഡിസൈനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇത് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വേണമല്ലോ. മാളവി പറഞ്ഞു, അത് ശരിയാച്ചാ, ഇത്തവണ നമ്മൾ എന്താണെങ്കിലും ഉറപ്പായിട്ടും ഡിസൈൻ ഫെസ്റ്റ് വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. മുത്തശ്ശി വന്ന് ചോദിച്ചു, ഇതെന്താ ഈ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് ഞാൻ കുറെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോഴാണ് അവന്തികയുടെ വരവ്. അവന്തിക ഭയങ്കര സങ്കടപ്പെട്ടാ വരുന്നേ. മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് പിന്നെ അനിയണ്ണ ഈ ബന്ധത്തിന് താല്പര്യമില്ല. കാരണം എന്താണെന്നറിയോ, ആ നന്ദു ആന്ന് തോന്നേ, നന്ദുവായിട്ട് അവര് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല മോളെ, അതൊക്കെ മോളുടെ തോന്നൽ മാത്ര. അല്ല മുത്തശ്ശ, നന്ദു അനിയണ്ണൻ തമ്മിൽ ഇഷ്ടത്തിലാന്ന് തോന്നേ. അങ്ങനെ വരാൻ വഴിയില്ല. നന്ദുവിന്റെ വീട്ടിൽ പോയി ഞാൻ സംസാരിച്ച, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇനിയിപ്പോൾ അവര് തമ്മിൽ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ മോള് ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവാ. എന്താ മുത്തശ്ശ, മോള് കാത്തിരുന്നു. അധികം വൈകാതെ എന്റെ തീരുമാനം ഞാൻ മോളെ അറിയിക്കും. ഈ വീട്ടിലെ കാരണന്മാരെ തീരുമാനം എടുക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്തിക്ക് സന്തോഷമായി. അവന്തി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്താ ഇദ്ദേഹത്തിന്റെ തീരുമാനം? അതോ അനിയുടെ എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് നടത്തുക? അത് കേട്ടപ്പോൾ മുത്തശ്ശി ഒരു അന്താളിപ്പോട് കൂടി മുത്തശ്ശനെ നോക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.